ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് കഴിക്കണം എന്നുള്ളതിനേക്കാൾ ഉപരി എപ്പോൾ കഴിക്കണം എന്നുള്ളതാണ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ കൂടെ നമുക്ക് ഫാറ്റ് മെറ്റാബോളിസം അല്ലെങ്കിൽ ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും, അതുപോലെ നമ്മുടെ ഗട്ടിന് അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈൻസിനൊക്കെ ഒന്ന് റെസ്റ്റ് കൊടുക്കാനായിട്ടും ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. ഇനി ഏതൊക്കെ ഫാസ്റ്റിംഗ് വിൻഡോസ് ആണ് ഉള്ളത്, കോമൺലി യൂസ് ചെയ്യുന്ന ഏതൊക്കെ ഫാസ്റ്റിംഗ് വിൻഡോസ് ആണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് 16:8 എന്ന് പറയുന്നത്. അതായത് 16 hours ഫാസ്റ്റിങ്ങും 8 hours ഈറ്റിംഗ് വിൻഡോയും. ഇത് കൂടുതൽ ആളുകളും അഡാപ്റ്റ് ആവുന്ന ഒരു ഈറ്റിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ഈറ്റിംഗ് ഫാസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ ഇതിൽ ബിഗിനേഴ്സിന് ഇത് സസ്റ്റൈനബിൾ ആണ്. അതുപോലെ തന്നെ ഒത്തിരി ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് മെറ്റബോളിസം കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹങ്ങർ ഹോർമോൺസ് ഉണ്ടല്ലോ, ഗ്രലിൻ, ലെപ്റ്റിൻ തുടങ്ങിയവ, അപ്പം അതിനെല്ലാം ബാലൻസ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് 14:10 മെത്തേഡാണ്. അതായത് 14 hours ഫാസ്റ്റിംഗ് വിൻഡോയും 10 hours ഈറ്റിംഗ് വിൻഡോയും. അപ്പോൾ 14 hours ഫാസ്റ്റ് ഇത് മെയിൻലി ബെനിഫിഷ്യൽ വരുന്നത് വിമൺ ആണ്. അതുപോലെ ബിഗിനേഴ്സിനും ഇത് ഒത്തിരി ബെനിഫിഷ്യലായിട്ട് തോന്നുന്നുണ്ട്, അതായത് കാണപ്പെടുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് ഇത് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതായത് ഹോർമോണൽ ബാലൻസിനൊക്കെ ഇംബാലൻസസിനൊക്കെ ഒന്ന് ഒരു പരിധി വരെ ശരിക്കും റെഗുലറൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പിന്നെ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് 18:6 അല്ലെങ്കിൽ 20:4 ആണ്. 18 hours ഫാസ്റ്റിംഗ് വിൻഡോ, 6 hours ഈറ്റിംഗ് വിൻഡോ. അതല്ലാന്നുണ്ടെങ്കിൽ 20 hours ഫാസ്റ്റിംഗ് വിൻഡോ, 4 hours ഈറ്റിംഗ് വിൻഡോ. ഇത് മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇത് ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡാണ്. പക്ഷേ ഇത് നിലനിൽക്കാനായിട്ട് നമുക്ക് കുറച്ച് പാടുള്ളൊരു കാര്യമാണ്. കാരണം എല്ലാവർക്കും ഇത് ഐഡിയൽ ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഇത് ഫാറ്റീഗ് ഉണ്ടാക്കാനായിട്ടും ചാൻസസ് കൂടുതലാണ്. അതുപോലെ ന്യൂട്രിയൻറ്റ് ഡെഫിഷ്യൻസീസ് വരാനുള്ള ചാൻസസും ഇതിൽ കൂടുതലാണ്. അപ്പോൾ അതായത് ശരിക്കും കെയർഫുള്ളായിട്ട് ഇത് പ്ലാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഹാംഫുള്ളായിട്ടുള്ളൊരു ഒരു വിൻഡോയാണ്, ഫാസ്റ്റിംഗ് വിൻഡോയാണ് ഈ 18:6 അതുപോലെ 20:4 എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഒമാഡാണ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 1 meal a day എന്നുള്ളൊരു മെത്തേഡ്. അപ്പോൾ ഇത് 23 hours ഫാസ്റ്റിങ്ങും 1 hours ഈറ്റിംഗ് വിൻഡോ ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പെട്ടെന്നൊരു ഫാറ്റ് ലോസ് അല്ലെങ്കിൽ ഫാറ്റ് ബേണിങ് ഇത് ട്രിഗർ ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ഇത് ലോങ് ടേം നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ന്യൂട്രിയൻറ്റ് എഫിഷ്യൻസീസ് ഉണ്ടാവാനായിട്ട് ഒത്തിരി ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ അണ്ടർ ഈറ്റിങ്ങിലേക്ക് പോകാൻ, അതായത് ഒട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് പോകാനായിട്ടും ഇത് സാധ്യതകളുണ്ട് ഈ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോഴത്തേക്കും. ഇനി എല്ലാവർക്കും ഒരേ ഈറ്റിംഗ് വിൻഡോ വർക്കൗട്ട് ആവണമെന്നില്ല. അതായത് ചില ഫാക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ ഈറ്റിംഗ് വിൻഡോ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്നുള്ളത് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഒന്ന് ലൈഫ് സ്റ്റൈലും സ്കെഡ്യൂളും വെച്ചിട്ട്. അപ്പോൾ ചിലവർക്ക് ഡേ ടൈമിൽ ഒത്തിരി വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഫാമിലീനെ നോക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ അവരുടെ ആക്ടിവിറ്റി ലെവൽ എങ്ങനെയാണെന്ന് അനുസരിച്ചിട്ട് നമുക്ക് ഈ ഫാസ്റ്റിംഗ് വിൻഡോ പ്ലാൻ ചെയ്യാം. ഇപ്പോൾ മോർണിംഗ് ഫുൾ ഡേ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് 9 AM to 5 PM വരെ അവർക്ക് ഒരു ഈറ്റിംഗ് വിൻഡോ എന്നുള്ള രീതിയിൽ അവർക്ക് പ്രിഫർ ചെയ്യാം. അതായത് ഒന്നും കൂടി നേരം വൈകി എഴുന്നേൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് 12 PM to 8 PM എന്നുള്ള രീതിയിൽ ഈറ്റിംഗ് വിൻഡോ അവർക്ക് പ്രിഫർ ചെയ്യാം. ഇനി അതാണ് ലൈഫ് സ്റ്റൈലും അതുപോലെ അവരുടെ സ്കെഡ്യൂൾ അനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാനുള്ളൊരു മെത്തേഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജെൻഡറാണ്. ജെൻഡർ എന്ന് പറയുമ്പോൾ വിമണിന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് 14:10 ആണ്. 14 hours ഫാസ്റ്റിംഗ് വിൻഡോ, അതുപോലെ 10 hours ഈറ്റിംഗ് വിൻഡോ. അതല്ലാന്നുണ്ടെങ്കിൽ 12 hours ഫാസ്റ്റിങ്ങും 12 hours ഈറ്റിംഗ് വിൻഡോ ആയിട്ട് അവർക്ക് വേണമെങ്കിൽ എടുക്കാം. കാരണം ഹോർമോണൽ സെൻസിറ്റിവിറ്റി കൂടുതലായിട്ടുള്ള ഒരു ജെൻഡർ കാറ്റഗറിയാണ് ഫീമെയിൽ എന്ന് പറയുന്നത്. കാരണം ഓവറായിട്ട് അവർ ഫാസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ തൈറോയിഡ്, ഈസ്ട്രജൻ, അതുപോലെ കോർട്ടിസോൾ ഹോർമോൺസ്, റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിനൊക്കെ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാം. ഇനി ഹെൽത്ത് ഗോളിനനുസരിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ടൈലർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഫാറ്റ് ലോസും അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ 18:6 അല്ലെങ്കിൽ 16:8 അവർക്ക് നല്ല രീതിക്ക് പ്രയോജനപ്പെടുന്നതാണ്. ഇനിയിപ്പം ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടും ഗട്ട് റെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈൻസിന് ഒന്ന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റ് ചെയ്യണമെന്ന് നല്ലതാണ്, ഹെൽപ്പ് ചെയ്യും. പക്ഷേ അത് സൂപ്പർവിഷനിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരു കണ്ടിന്യൂസ് മോണിറ്ററിങ് ആവശ്യമായിട്ട്
ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ മസിൽ ഗെയിൻ അല്ലെങ്കിൽ മെയിൻ്റനൻസിനൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈറ്റിംഗ് വിൻഡോ കുറച്ചും കൂടി കൂട്ടേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ പ്രോട്ടീൻ അതുപോലെ കാലറി നീഡ്സ് അവിടെ വരും. മസിൽ ഗെയിനിങ് എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മളവിടെ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ 14:10 എന്നുള്ള രീതിയിൽ 14 hours ഫാസ്റ്റിംഗ് വിൻഡോ 10 hours ഈറ്റിംഗ് വിൻഡോ എന്നുള്ള രീതിയിൽ അവർക്ക് മസിൽ ഗെയിനും അതുപോലെ മെയിൻ്റനൻസിനൊക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻ ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ PCOS അല്ലെങ്കിൽ മെറ്റാബോളിക് ഡിസോർഡേഴ്സ്, അതല്ലാന്നുണ്ടെങ്കിൽ പ്രീ ഡയബറ്റീസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് ഒത്തിരിയധികം പ്രയോജനപ്പെടുന്നുണ്ട്. പിന്നെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉള്ളവർ, അതല്ലാന്നുണ്ടെങ്കിൽ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ സർട്ടൻ മെഡിക്കേഷൻസ് ഇപ്പോൾ ഇൻസുലിൻ പോലെയുള്ള മെഡിക്കേഷൻസ് എടുക്കുന്നവരാണെങ്കിൽ അവരിത് അവോയ്ഡ് ചെയ്യുമോ, അല്ലെങ്കിൽ അണ്ടർ സൂപ്പർവിഷനിൽ മാത്രം മോഡിഫിക്കേഷന് ശേഷം മാത്രമേ ഇവരിത് ഫോളോ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി സയൻസ് എന്താണ് ഇതിനെക്കുറിച്ചിട്ട് പറയണത് നമുക്ക് നോക്കാം. ഏത് മെത്തേഡാണ് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഡേ ടൈമിലാണെന്നുണ്ടെങ്കിൽ 8 AM to 4 PM എന്നുള്ളൊരു ഈറ്റിംഗ് വിൻഡോ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെനിഫിഷ്യലാണ്. കാരണം നമ്മൾ ലേറ്റ് നൈറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും നമുക്ക് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ട് ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പിന്നെ ലേറ്റ് നൈറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഡൈജഷൻ കുറച്ചും കൂടി ഇപ്പോൾ 8 PM കൂടെ വൈൻഡപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈജഷനെ കുറച്ചും കൂടി അത് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ സ്ലീപ്പ്, ഡൈജഷൻ കുറയാനും സ്ലീപ്പിനെ ഇൻറ്ററപ്റ്റ് ആവാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഫാറ്റ് സ്റ്റോറേജിനും അത് എഫക്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട് ലേറ്റ് നൈറ്റായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇതൊക്കെ സയൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള കുറച്ച് ഇൻസൈറ്റ്സ് ആണ്. ഇനി നിങ്ങളുടെ ഗോൾസ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാവണം ഇത് ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ എയിം എന്നതിനനുസരിച്ചിട്ട് എങ്ങനെ ഫാസ്റ്റിംഗ് വിൻഡോ ചൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പോൾ നിങ്ങളുടെ എയിം ഫാറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ 16:8 അല്ലെങ്കിൽ 18:6 ഫാസ്റ്റിംഗ് വിൻഡോയാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാനായിട്ട് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. ഇനി നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 14:10 അല്ലെങ്കിൽ 14 hours ഫാസ്റ്റിംഗ് 10 hours ഈറ്റിംഗ് വിൻഡോ എന്നുള്ളത് ഫോളോ ചെയ്തതാണ് ബിഗിനേഴ്സ് എന്നുള്ളത്. പിന്നെ അത് അഡ്വാൻസ് ചെയ്ത് നമുക്ക് 16:8 കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി വിമൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12:12 അല്ലെങ്കിൽ 14:10 എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മൾ ഗട്ട് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി റെഡിയാക്കണം എന്നുള്ളതാണ് നമ്മുടെ എയിം എന്നുണ്ടെങ്കിൽ 16:8 എന്നുള്ളൊരു ഫാസ്റ്റിംഗ് വിൻഡോ നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഏർലി 14:10 അതായത് പകൽ സമയത്തുള്ള ഒരു ഈറ്റിംഗ് വിൻഡോ ഫോളോ ചെയ്തിട്ട് 10 hours നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പകൽ സമയത്ത് നേരത്തെ ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ട് നേരത്തെ കഴിച്ച് അവസാനിപ്പിക്കുന്ന രീതി നമ്മൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. നെക്സ്റ്റ് മസിൽ ഗെയിൻ ആണ് നിങ്ങൾ എയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ 14:10 ഒരു നല്ലൊരു മെത്തേഡാണ്. 14:10 അല്ലെങ്കിൽ 12:12 നമുക്ക് യൂസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ, കാരണം അവിടെ കാലറി ആൻഡ് പ്രോട്ടീൻ നീഡ് അവിടെ ഉണ്ട്. പിന്നെ നല്ല ബിസി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 16:8 എന്നുള്ള വിൻഡോ നമുക്ക് ഫോളോ ചെയ്യാം. അതായത് ലേറ്റ് നൈറ്റ് ഈറ്റിംഗ് എന്നുള്ള രീതിയിൽ, അപ്പോൾ 12 to 8 PM ഈറ്റിംഗ് എന്നുള്ള രീതി. ഇപ്പോൾ ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ 12 PM തൊട്ട് 8 PM അതിനുള്ളിൽ ഈറ്റിംഗ് വിൻഡോ അവസാനിക്കുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർവിഷനോട് കൂടി മാത്രം, ഏതെങ്കിലും ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിൻ്റെ അസിസ്റ്റൻസോട് കൂടി മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പ്രോപ്പറായിട്ടൊരു മോണിറ്ററിങ് ഗൈഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തുടർന്നും നിങ്ങൾക്ക് ഇങ്ങനത്തെയുള്ള കണ്ടന്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരെ ബൈ.